ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പച്ചമുളക് ഇട്ടൊരു തൈര് കറി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഈ കപ്പിന് 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ തൈരുണ്ട്. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനൊന്ന് നടുവേ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി ഈ തൈരിലേക്ക് കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ബിസ്ക്കറ്റ് ഒന്ന് ഉടച്ചെടുക്കാമേ. തൈരിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കാമേ. ചെറിയുള്ളി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം ഈ ചെറിയുള്ളി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന കായം ഉണ്ടല്ലോ, ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാമേ. ഈ പച്ചമുളകെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ, തിളപ്പിക്കരുത്. ഇതിൽ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. തൈര് കറി ഇതിലേക്ക് മാറ്റാമേ. അപ്പം നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.